75,000 നിങ്ങൾക്ക് തരും, 25,000 ഞങ്ങൾ എടുക്കും. അങ്ങനെ ഒരു റാക്കറ്റ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. എനിക്ക് ക്യാഷിനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഹേമ കമ്മിറ്റി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എല്ലാവരുടെ ഫോൺ നമ്പർ ഉണ്ട്, എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ട്. ഹലോ, അന്ന് നടന്നില്ലേ, അത് ഞാനൊന്ന് പറയുമ്പോൾ എനിക്ക് വേറെ റെക്കോർഡ് ചെയ്യാൻ അന്നേരം ഒരു പ്രതികരിക്കുമല്ലോ. സാജൻസ് അറിയാം, അവരെല്ലാം കാശിന് വേണ്ടിയാണ്. മിനു എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യന് വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാഷണൽ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഏത് പെണ്ണിനെയും എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം, പീഡിപ്പിക്കാം. സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി മാത്രമാണ് ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഇങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് കുറച്ച് ആളുകൾ പറഞ്ഞു, പക്ഷേ ഭൂരിഭാഗം ആളുകളും പറയാതിരിക്കുകയാണ്. അവർ ഫേസ് ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്തിട്ട് പറയാൻ മടിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആദ്യം മുതലേ ഉള്ള സംഭവങ്ങൾ ആരും ഫസ്റ്റ് ടൈമിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അവർ ആദ്യമേ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെയുള്ള വേറൊരു സ്ത്രീനെ കാണുമ്പോൾ ആ ഒരു ലൈംഗിക ചൊവ്വയോട് കൂടിയിട്ട് സംസാരിക്കാൻ വരില്ലായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അതെന്താന്ന് പറയാ, ആദ്യമേ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിനെ വെച്ച് പറയാം, നമ്മൾ ആദ്യമേ ഫിലിം ഫീൽഡിൽ വരുമ്പോഴേക്കും ഇതിനകത്തെ വലിയ വലിയ ആൾക്കാരാണ് നമ്മളെ സമീപിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, നിങ്ങൾ അവിടെ വരണം, 1 മണിക്കൂറിന് 1,00,000 രൂപ ഞങ്ങൾ, അതായത് വലിയ അച്ചായന്മാരിൽ നിന്നും വലിയ ഹൈ പ്രൊഫൈലിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. 1,00,000 രൂപ, 75,000 നിങ്ങൾക്ക് തരും, 25,000 ഞങ്ങൾ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു റാക്കറ്റ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അതിന് പോവുകയാണെങ്കിൽ അവിടെ ആ ചങ്ങ പോയിന്ന് വിചാരിച്ചു, അപ്പോൾ ഇവർ അതിൻ്റെ വീഡിയോ എടുക്കും. പെട്ടു. പിന്നെ ഇവർക്ക് പുറത്ത് മിണ്ടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പെട്ടവർ ഒരുപാട് പേര് ഉണ്ടാകാം. വേറൊന്ന്, അന്ന് അവർ സിംഗിൾ ആയിരിക്കാം, പക്ഷെ ഇന്ന് അവർ കല്യാണം കഴിച്ച് ഫാമിലിയൊക്കെ ആയി. അപ്പോഴും അവർക്കിതൊന്നും തുറന്നു പറയാൻ വയ്യാത്ത ഒരവസ്ഥയായിരിക്കും. പിന്നെ പേടിയുണ്ടായിരിക്കും. എന്താണ് ഇവർക്ക്, പിന്നെ ധൈര്യം ഉണ്ടാവത്തില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ സമൂഹം ഒരുപാട് മാറാനുണ്ട്. സത്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാനുള്ള ഒരാർജവം നമ്മുടെ സമൂഹത്തിന് വേണം. അതോടെ ഇതൊന്നും സത്യമല്ല, പിന്നെ അങ്ങനെയല്ല, ഇത് ഓരോ സിനിമയിൽ മാത്രമല്ല. ഇപ്പോൾ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞ സെൻട്രൽ സ്കൂളാണ്, CBSE സ്കൂളിൽ. ആ ടീച്ചറിനെ മാനേജ്മെന്റിന് കോംപ്രമൈസ് ആകണം, എങ്കിൽ മാത്രമേ പെർമനന്റ് ആക്കത്തുള്ളൂ എന്ന് ആ ടീച്ചർ പറയാം. അപ്പോൾ ആ ടീച്ചർ, എനിക്ക് പോകാൻ താല്പര്യമില്ല, ഹസ്ബൻഡിനോട് പറയാൻ പേടി. ഹസ്ബൻഡ് ബ്രൈബ് കൊടുത്ത് ആ ടീച്ചറിന് ജോലി വാങ്ങിച്ചു കൊടുത്താ 5,00,000 രൂപ. അപ്പൊ നോക്ക്, അത്രയും 5,00,000 രൂപ കൊടുത്തൊരു സ്കൂളിൽ ജോലി കയറിയിട്ട് പിന്നെയും അവരുടെ ശരീരം കൂടെ അടിയറ വെക്കണം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് പലരും ആത്മഹത്യയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ പക്ഷെ ഇതുകൊണ്ട് എന്തുകൊണ്ട് ഇവർക്കിത് തുറന്നു പറഞ്ഞാൽ മാത്രമേ നാളെയും നമ്മുടെ വരും പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കത്തുള്ളൂ. പക്ഷെ ചേച്ചി ഇപ്പൊ തുറന്നു പറഞ്ഞു, ഇത്ര പ്രശ്നങ്ങളുണ്ടായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഏകദേശം സർക്കാർ അടച്ച ഒരവസ്ഥയാണ്. അപ്പോഴും ചേച്ചിക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേലുള്ള അന്വേഷണങ്ങളൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് അങ്ങനെ ഞാൻ എന്തൊക്കെയായാലും എൻ്റെ സത്യങ്ങളൊക്കെ ഞാൻ തുറന്ന അധികാരികളെയും സമൂഹത്തിനെയും ഒക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചല്ലോ എല്ലാ കാര്യവും. കാരണം ഇപ്പം ഇനി 2 പേരെ അങ്ങോട്ട് 2 പേരുടെ കേസ് വിടാൻ പോവുകയാണെന്നൊക്കെ ഞാൻ അങ്ങനെ കേട്ടു. അത് സത്യമില്ല, കാരണം ഞാൻ വാദിയാണ്. അപ്പോൾ അങ്ങനെ കേസ് വിടുവാണെങ്കിൽ എനിക്ക് നോട്ടീസ് അയക്കണം. അങ്ങനെ ഒരു നോട്ടീസ് ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. എന്നാൽ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമേ തിരുവനന്തപുരത്താണ് കേസ് കൊടുത്തത്. അവിടെയുള്ള ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. പക്ഷേ ഇൻസിഡൻറ്റ് നടന്നത് BTH ഹോട്ടലിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, മിനു അപ്പോൾ ഇതിവിടെ അല്ല കേസ്, BTH എറണാകുളത്തോട്ടാണ് കേസ്. അങ്ങനെ എറണാകുളത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ കേസ് ക്യാൻസൽ ചെയ്തു അല്ലേ? അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പൊ അതിന്റെ നോട്ടീസ് വന്നു, തിരുവനന്തപുരത്തെ കേസ് അത് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ ഞാൻ കൊടുത്തേക്കുന്ന കേസ് എവിടെ എത്തിയ, എറണാകുളത്താണ് കൊടുത്തേക്കുന്നത്. വന്നിരിക്കുന്ന വാർത്തകളിലൊക്കെ ഈ പറയുന്ന സംവിധായകനും ആയിട്ടുള്ള പ്രമുഖ വ്യക്തിയെയും ഈ പറയുന്ന പ്രമുഖ നടന്റെയും പേരിലുള്ള കേസ് തെളിവുകളുടെ അഭാവത്തില് അവസാനിപ്പിക്കാൻ പോകുന്നു. അതെങ്ങനെ തെളിവുകളുടെ അഭാവം വരുന്നേ? സാക്ഷികളോട് നമ്മൾ അന്ന് സംഭവം നടന്നപ്പോൾ ഞാൻ പലരോടും ചില ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഡീപ്പായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആ നടനെ കുറിച്ചാണെങ്കിൽ, ഈ നടൻ ശരിയല്ല കേട്ടോ, അയ്യോ അവൻ ശരിയല്ല,
അയ്യോ അതെന്താ, അയ്യോ അവനെ കയറി പിടിച്ചു കളഞ്ഞു, അങ്ങനെ പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ സാക്ഷികളല്ലേ. പക്ഷെ അങ്ങനെയുള്ള സാക്ഷികൾ എന്ന് പറയുന്നതേ ഇപ്പൊ ചേച്ചിയായിട്ട് പോയി പറഞ്ഞ സാക്ഷികളല്ലേ. ഇപ്പൊ ദൃക്സാക്ഷികളോ അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിന്റെ അടുത്ത് അങ്ങനത്തെ ഒരു സാക്ഷികൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അപ്പം ഈ പറയുന്ന പോലെ അപ്പം ഇവര് പറയുന്ന നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് തോന്നുന്ന സാക്ഷികളായി പോവില്ലേ. അപ്പം അല്ലാതെ ഉള്ളൊരു സാക്ഷികൾ ഇല്ലാതെ വരുമ്പോൾ ഇവര് പറയുന്ന പോലെ കേസ് തള്ളിപ്പോവാനുള്ള ചാൻസ് ഉണ്ടോ? എന്താണ് അതിന്റെ? ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ നമ്മുടെ മലയാള സിനിമയിൽ എന്തോരം നടന്മാരുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഈ പർട്ടിക്കുലർ ആൾക്കാരുടെ പേര് പറയുന്നത്? സംഭവം നടന്നുകൊണ്ടല്ലേ. അങ്ങനെ പൃഥ്വിരാജിന്റെ പേര് പറയാം, ലാലേട്ടന്റെ പേര് പറയാമല്ലേ. എനിക്ക് ഒരു കള്ളമാണ് പറയുന്നതെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവങ്ങൾ, ഞാൻ അനുഭവിച്ച ദുരന്തമാണ്. എനിക്കും വളരെയേറെ വിഷമമുണ്ടായി. കാരണം ആ ജയസൂര്യ അങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് എൻ്റെ അനുവാദം ഇല്ലാണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമകളൊക്കെ കട്ട് ചെയ്ത് കളി, മിനു വേണ്ട ഈ ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ. അപ്പം ജയസൂര്യ പർട്ടിക്കുലർ ആയിട്ട് ചേച്ചിന് കിട്ടിയ അവസരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നാണോ ചേച്ചി പറയുന്നത്? അതെ. പിന്നെ ഡയറക്ടർ പറഞ്ഞു ജയസൂര്യ വേണ്ടെന്ന് പറഞ്ഞു, മിനുവിനെ വിളിക്കണ്ടെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് പല സിനിമയിൽ നിന്നും അങ്ങനെ എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളൂ, ഇവരെ 2 പേര് ഞാൻ 8 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 8 പേരിൽ നിന്നും എനിക്ക് ദുരന്ത അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പണായിട്ട് സമൂഹത്തോടും ഞാൻ അധികാരികളോടും പറഞ്ഞത്. എനിക്ക് ക്യാഷിനായിരുന്നെങ്കിൽ എനിക്ക് ഈ ഹേമ കമ്മിറ്റി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് എല്ലാവരുടെ ഫോൺ നമ്പർ ഉണ്ട്, എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ട്. ഹലോ, അന്ന് നടന്നില്ലേ, അത് ഞാനൊന്ന് പറയാമോ? എനിക്ക് വേറെ റെക്കോർഡ് ചെയ്യായിരുന്നു. അന്നേരം ഒരു പ്രതികരിക്കുമല്ലോ. നമ്മൾ അങ്ങനത്തെ ഓണസ്റ്റ് ബുദ്ധിക്കൊന്നും പോയില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ ചേച്ചി ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറായപ്പോ ആരെങ്കിലും പറഞ്ഞോ ചേച്ചി കാശിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ വന്നിട്ടുണ്ടോ? സ്വാസിക പറഞ്ഞു, എത്ര പേര് പറഞ്ഞു. സ്വാസിക, ബീനാന്റിയുടെ ഹസ്ബൻഡ് സാജൻസ്ക്ക് അറിയാം, മറുനാടൻ മലയാളി. അവരെല്ലാം കാശിന് വേണ്ടിയാണ്. അതെങ്ങനെ കാശിന് വേണമെങ്കിൽ എനിക്ക് മീഡിയയിൽ വരേണ്ട ആവശ്യമില്ല. ഒരു കുഞ്ഞുങ്ങൾ പോലും അറിയില്ല. നമ്മൾ ഒതുക്കി തീർക്കത്തില്ലേ അല്ലെ? എന്താ മനുഷ്യർ ചോറല്ലേ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ മേലേ. ഞാൻ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുമോ? എനിക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. എന്താ കിട്ടാൻ പോവാ? കുറേ തിരിച്ചടികൾ കിട്ടും. അത് കിട്ടുന്നുണ്ടോ? അതെനിക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ മിനു എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറയാൻ ഒരു മനുഷ്യന് വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പോയെങ്കിലല്ലേ വന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വന്നു, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്കിപ്പോഴാണ് ഇതൊന്നേ പറയാനുള്ളൂ. ഇവരെ 2 വെറുതെ വിടുവാണെങ്കിൽ മറ്റുള്ളവരെയും വെറുതെ വിടണം. ഞാൻ ആ കേസ് എനിക്ക് കുഴപ്പമില്ല. അതെന്താ ഇവരെ 2 മാത്രം തിരിച്ചുവിടുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ കേസ് എടുത്തില്ലേ? മുകേഷിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്, ഇടവേള ബാബുവിനെ എടുത്തിട്ടുണ്ട്, പിന്നെ ആരാണ്ടൊക്കെ പേരിൽ എടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇവരെ 2 എന്താ പെട്ടെന്ന് അതെന്താ ഇൻഫ്ലുവൻസ് കാരണോ എന്താ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ക്രൈം എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രൈം ഈക്വലാണ്. വി ഓൾ ആർ ഈക്വൽ അല്ലേ? അപ്പം ഇന്നയാൾക്ക് ഞാൻ നാഷണൽ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് എൻ്റെ പേരിൽ കേസെടുക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നാഷണൽ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഏത് പെണ്ണിനെയും എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം, പീഡിപ്പിക്കാം എന്നൊക്കെ ഉണ്ടോ? അപ്പം ക്രൈം ഈസ് ഈക്വൽ ടു എവരി വൺ. അപ്പം 2 പേരെ അങ്ങനെ വിടുകയാണെങ്കിൽ എല്ലാവരും വിട്ടേരെ. ഞാൻ ഏറ്റവും എല്ലാ നല്ല തെളിവുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇനിയും കൊടുക്കാൻ പറ്റും. ഇനി എനിക്ക് തെളിവ് പറയണമെങ്കിൽ എന്താ പറഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരുടെയും പേര് പറയാണ്ടിരുന്നത്. ഞാൻ പേര് പറഞ്ഞാൽ അവർ ഉത്തരം പറഞ്ഞല്ലേ പറ്റുള്ളൂ. പോലീസുകാർ അവരുടെ വീട്ടിൽ ചെന്നാല് നീ ഇന്ന് സിനിമയിൽ അഭിനയിച്ചു, മിനുവിനെ അറിയും, അവിടെ കണ്ടായിരുന്നൊക്കെ അവർക്ക് കള്ളം പറയാൻ പറ്റുമോ? അപ്പം സത്യം പോലീസുകാർക്ക് മനസ്സിലാവും. അപ്പം ഇവർ കൂടുതലും അങ്ങ് ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി ചാടിപ്പോകാൻ നോക്കുവാണെങ്കിൽ ഞാൻ വിടത്തില്ല. അതേസമയം തെറ്റ് സംഭവിച്ചു പോയി, മാപ്പ് ഒരു വാക്ക് മതി, നമുക്ക് കേസ് വേണ്ട. അപ്പൊ ഇനിയാണെങ്കിലും ഈ പറയുന്ന ആളുകൾ ചേച്ചീനോട് ഒരു മാപ്പ് പറയുക, അല്ലെങ്കിൽ എനിക്കിങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ ചേച്ചി എല്ലാ കേസുകളും പിൻവലിക്കുന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞ ക്രൈം എപ്പോഴും ക്രൈം തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ അധികാരികളെ അറിയിച്ചുകൊണ്ട് പിന്നെ ഇനി ജഡ്ജിക്കാണ്, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അവർ ക്രൈം ചെയ്തവരാ അല്ലേ? അപ്പം അത് ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എനിക്ക് അവരെ ശിക്ഷിക്കണമെന്ന്
എനിക്കില്ല. പക്ഷെ അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. അവർ തെറ്റ് അവർ അംഗീകരിക്കണം. അവർ അംഗീകരിച്ചിട്ട് കാരണം ഇനി ഭാവി തലമുറയുള്ള കുട്ടികളും ഇതുപോലെ ചെയ്യാൻ പാടില്ല. അവർക്കും ഒരു പേടി ഉണ്ടാവണം. 15 വർഷം കഴിഞ്ഞാലും ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മളൊക്കെ പെടും. ആ ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാകാൻ മതി. ഇവരിൽ കൂടി നല്ല സമൂഹം ഉണ്ടാകണം. അപ്പൊ ഇവർക്ക് എന്തായാലും മാപ്പ് പറഞ്ഞൂടെ? തെറ്റുപറ്റും, അന്നേരത്തെ ഇതിൽ വെള്ളം അടിച്ചു, അന്നേരത്തെ ഇതിനെ പറ്റി പോയി എന്നൊക്കെ പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ ഈ പറഞ്ഞ കേരള സമൂഹം മുഴുവൻ ക്ഷമിക്കുകയല്ലേ. പിന്നെ കോടതി വരുമ്പോൾ എന്തെങ്കിലും ഇളവ് കൊടുക്കുകയോ, ഇപ്പൊ എനിക്ക് അത്ര ഇതില്ല, എന്ത് വേണമെങ്കിലും അത് കോടതിയുടെ കയ്യിലാണ്. ക്ഷമിക്കുമ്പം കോടതി വരെയും ക്ഷമിക്കും. തെറ്റുപറ്റി പോയി അന്നേരത്തെ സാഹചര്യത്തില് എന്ന് പറഞ്ഞാൽ കോടതി വരെ ഇളവ് കൊടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല, തെളിവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിടത്തില്ല. അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഇപ്പോ ചേച്ചിക്ക് ആരെങ്കിലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളോ കോടികളോ വാഗ്ദാനം ചെയ്തു വന്നിട്ടുണ്ടോ? പേരെടുത്ത് പറയാൻ പറ്റുന്ന ആരെങ്കിലും? എന്നോട് വന്ന് പറഞ്ഞു, മിനുവിന് എത്ര വേണ്ടേ, ഇയാളുടെ പേര് പെട്ടെന്ന് മാറ്റണം. അപ്പൊ കേസ് അങ്ങ് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമേ എല്ലാവരുടെയും കേസ് ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തില്ല എൻ്റെ. കാരണം എന്നിട്ടാണ് കേസും കൊണ്ട് എന്നിട്ടാണ് എല്ലാവരും വന്നത്. പോലീസുകാരെല്ലാം SIT-കാരൊക്കെ വീട്ടിൽ വന്നതൊക്കെ ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം എല്ലാവരും വരുന്നത്. അല്ല ഞാനിപ്പോ എങ്ങനെ തിരുവനന്തപുരത്ത് കൊണ്ട് ആരുടെ കൊണ്ടേ കൊടുക്കണോ അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലാണ് ഇട്ടത്. എല്ലാവരെ കുറിച്ചും ഫേസ്ബുക്കിൽ ഫുള്ളായിട്ട് ആരും പറഞ്ഞിട്ടില്ല, അബ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടപ്പോഴാണ് അപ്പോൾ SIT-കാരൊക്കെ വന്ന് കേസെടുത്തത്. അപ്പോൾ പിന്നെ ചേച്ചിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ ഇത് ചോദിച്ചല്ലോ, ബ്രൈബ്. അപ്പൊ ഈ കേസ് ഇങ്ങനെ SIT-കാർ വന്നു പോയ ഉടനെ ഒരാളെ എന്നെ വീട്ടിൽ വന്ന് എന്നെ സന്ദർശിച്ച് പറഞ്ഞു, മിനു ഇന്ന ആളെ ഒന്ന് ഒഴിവാക്കണം. ഇയാള് സമൂഹത്ത് വലിയൊരാളാകാൻ പോകുന്ന ഒരാളാണ്, അയാൾക്ക് വലിയ പൊസിഷനൊക്കെ വരാൻ പോകുന്ന ആളാണ്. മിനുവിന് എത്ര വേണ്ട കേസ് ഇതൊക്കെ ആക്കണമെങ്കിൽ? ഞാൻ പറഞ്ഞാൽ എന്താ അങ്ങനെ ചോദിച്ചാൽ, പ്ലീസ് അയാൾ എൻ്റെ ഫ്രണ്ടും കൂടെയാണ്. അപ്പം വന്ന ആളെ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ എന്താ ചെയ്യാ അങ്ങനെ വെച്ചാൽ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ 25 lakhs-ലാണ്. 25 lakhs, 50 lakhs, 75 lakhs, 1 crore വരെ വന്നു പുള്ളി പറഞ്ഞു കേസ്. അന്നേരം ഞാൻ പറഞ്ഞത്, അന്ന് ഞാൻ അനുഭവിച്ച ഒരു വേദന അതെനിക്ക് ഒരിക്കലും ഇന്നും ഉണങ്ങാതെ കിടക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ. അതുകൊണ്ട് കാശ് കൊണ്ടൊന്നും ആ മുറിവ് ഉണക്കാൻ പറ്റത്തില്ല. അവരിതിൻ്റെ കോൺസിക്വൻസ് അവരറിഞ്ഞേ പറ്റത്തുള്ളൂ. ദൈവം തന്നൊരു ഇത് ഞാനാണോ തീരുമാനിച്ചാണ്, ഇതെന്റെ ഇന്റൻഷനേ അല്ല. 15 വർഷം ഞാൻ മിണ്ടാതിരുന്നില്ലേ. ആരുടെയൊക്കെ പറഞ്ഞു ഞാൻ കാശിനാണ്. അല്ല, ഇത്ര വൈകിയത് കൊണ്ട്, അതായത് 2008-ലാണ് ഈ സംഭവം നടക്കുന്നത്. 2008-ലാണ് ആ സിനിമ അത് കഴിഞ്ഞിട്ട് ഒരു 2017 സമയമായപ്പോഴാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതുവരെ മിണ്ടാതിരുന്നിട്ട് പിന്നെ മിണ്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാരും പറയുന്നത് ചിലപ്പം പൈസക്ക് വേണ്ടിയിട്ട്. പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്ക് നേരിട്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ പോരെ? എന്താ മനുഷ്യ ജനങ്ങൾക്ക് ബുദ്ധിയില്ലേ? നമുക്ക് പബ്ലിക്കിൽ മീഡിയയിൽ മുമ്പ് പറയണോ? അല്ല, ഇത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പിന്നെ ഇതിന് വന്നു, അപ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഫേസ് ചെയ്തു, ഞാൻ ഈ പറയുന്ന എന്നെ അബ്യൂസ് ചെയ്ത ഒരാളോട് ഞാൻ പറയുമ്പോൾ നമ്മൾ തമ്മിൽ മാത്രമേ അറിയുന്നുള്ളൂ. മീഡിയ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടുകയല്ലേ, ജനങ്ങൾ മുഴുവൻ അറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ പോയി പറയുമ്പോൾ അവർ ചിന്തിക്കുന്ന നമ്മൾ തമ്മിലെല്ലാം അറിഞ്ഞിട്ടില്ല, ഇവള് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഭീഷണിപ്പെടുത്തിയാൽ ചിലപ്പോൾ ഒതുങ്ങും എന്നുള്ളൊരു ഇതുണ്ടാവും. പക്ഷെ ഇത് പബ്ലിക്കലി ഒരു സാധനം പറയുന്നത് കൊണ്ട് അപ്പോൾ പിന്നെ പൈസ 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണെങ്കിലും പൈസ കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കാശ് കിട്ടുന്നേ? അങ്ങനെയല്ല, 4 ആൾ അറിഞ്ഞു പിന്നെ കാശ് കൊടുക്കുന്നേ അവർക്ക്. അതാരും ആരും ചെയ്യോ? നോ ആരും അറിയാതെ ഒതുക്കത്തില് മര്യാദക്ക് കാശ് തന്നോ, ഇല്ലെങ്കിൽ നിന്റെ പേര് പറയും. അതാണ് കാശ്. അല്ലാണ്ട് എല്ലാവരും കാശിന് വേണ്ടി ആരും പബ്ലിക്കായിട്ട് വരത്തില്ലല്ലോ, പബ്ലിക്കായിട്ട് പറയില്ല. അപ്പൊ അവരെ നാറ്റിച്ചെന്നല്ല, നമ്മൾ പറയാനുള്ള കാര്യം തുറന്നു പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു സത്യം പറയാലോ, ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മക്കയിൽ പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ വന്ന് വീട്ടിലിരിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഉൾവിളി നമുക്ക്, നിനക്ക് കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായില്ലേ, അതിപ്പോൾ പറ. അപ്പോൾ ഞാൻ എൻ്റെ പറഞ്ഞു, അയ്യടാ ഞാനില്ല. ഞാൻ ഹാളിലിരുന്ന, ഞാൻ ഓടിപ്പോയി ബെഡിൽ പോയി ഞാൻ കമന്ന് കിടന്നു. സത്യം കിടന്ന് ഞാൻ പറയൂല, ഞാൻ വേണോണ്ടല്ല, എനിക്ക് സംഭവിച്ചു. അപ്പോൾ പിന്നെ പറയില്ല, പറയണം മിനു, ഇത് പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ഉള്ളിൽ നിന്നങ്ങ്
അപ്പോൾ ഞാൻ വിചാരിച്ചേ ഇത് ആരാ ഈ പറയുന്നത്, ദൈവമേ നെഗറ്റീവാണോ പോസിറ്റീവാണോ, ഏത് എനർജി എന്നോട് ഈ സംസാരിക്കുന്നത്, എന്നെ ആരാണ് ഇത്ര എന്നിട്ട് നെഞ്ചിനകത്തോടൊന്ന് പൊട്ടപ്പെടാന്ന് ഇടിക്കുന്നു. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് 2 നിസ്കരിച്ചു പെട്ടെന്ന്. ഏതോ സമയം അന്നേരം രാത്രി 12:30 ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് ഇത് പറയണോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ അനുഭവിച്ചതൊക്കെ ശരിയാണ്, ഇത്രയും പേരൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇടാൻ പോവാണ്, എന്തെങ്കിലും ഇടണ്ടെന്നാണെങ്കിൽ എനിക്കൊരു ക്ലൂ കാണിച്ചു തരണം, ഇടണ്ടെന്നാണെങ്കിൽ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഇതിടാൻ വേണ്ടി, ഇവരുടെ പേര് പറയേണ്ട പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ കൂടെ ഓർമ്മിപ്പിച്ചു. ഈ അഡ്വക്കേറ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അപ്പൊ അഡ്വക്കേറ്റിനെ കൂടെ ഓർമ്മിപ്പിച്ചു തരുമോ ദൈവം, നീ ഇതുങ്ങളെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അങ്ങനെ ഒരു മനുഷ്യരോട് പോലും ഡിസ്കസ് ചെയ്യാതെ രാത്രി 1:30 ഇവരുടെ ഫോട്ടോ തന്നെ ഇല്ല, ഞാൻ പെട്ടെന്ന് ഗൂഗിളിൽ പോയി ഇവരുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ 1:30 ഉറങ്ങി. ഉറങ്ങാൻ എൻ്റെ ദൈവമേ 6 മണിയാകുമ്പോഴത്തേക്കും വേണ്ട മീഡിയ എല്ലാം നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് എന്നെ വന്ന് കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് പിന്നെ എന്താ നടന്നെന്ന് എനിക്കറിയത്തില്ല. എന്നെ ഒരു കൊണ്ടുപോക്കലായിരുന്നു. മീഡിയയും SITയും ഞാനങ്ങ് എയറിലായിരുന്നു കേട്ടോ, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമുക്കങ്ങ് ഓർമ്മയില്ല എന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നമ്മളെ, ഇത്രയും വർഷം മുമ്പല്ലേ. അപ്പൊ നമ്മളതെല്ലാം റിക്കൊളക്ട് ചെയ്തെടുക്കണം. കുറച്ച് സ്ട്രെസ് ആവും, നല്ല സ്ട്രെസ് ആവും. ഇതെന്നായിരുന്നു, അതേത് ലൊക്കേഷനായിരുന്നു, ഇതേത് ലൊക്കേഷനായിരുന്നു, ഇതേത് ഹോട്ടലായിരുന്നു അല്ലേ, അതെ. അപ്പൊ ഇത് കുറച്ച് ഇയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോ അതിപ്പോ നാച്ചുറൽ. പക്ഷെ ഞാൻ പറഞ്ഞ സിനിമയും ഹോട്ടലെല്ലാം കറക്റ്റാണ്. ഇപ്പൊ ജയസൂര്യയുടെ ആണെങ്കിൽ ഞാൻ ഉടുത്തിരുന്ന സാരിയും ജയസൂര്യയുടെ ഡ്രസ്സും ഞാൻ കാണിച്ചു കൊടുത്തതാ. അന്ന് ഞാൻ ഇതാണ് ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. പക്ഷെ ഇവർ സെക്രട്ടേറിയറ്റിൽ ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്തു. സെക്രട്ടേറിയറ്റ് ഇത് കിട്ടും, എന്തുവാണ്, സെറ്റ് കിട്ടും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം നല്ല പരിചയമില്ല. അപ്പോൾ ഞാൻ റൂമിലിരിക്കുമ്പോൾ എന്നെ വന്ന് അവരൊന്ന് കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ ഷൂട്ടാ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ നമ്മളെ ഒറിജിനൽ സെക്രട്ടേറിയറ്റിലോട്ടായിരിക്കും കൊണ്ടുപോകണേ, ഇല്ലെങ്കിൽ സെറ്റിലോട്ടായിരിക്കും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ എങ്ങനെ അറിയുന്നത് സെക്രട്ടേറിയറ്റ് ആണോ സെറ്റാണോ നമുക്ക് അറിയില്ല. നമ്മളവിടെ കൊണ്ട് ഇരുത്തുന്നു, മേക്കപ്പ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് മിനുവിന്റെ ഷൂട്ട് റെഡിയാവാ എന്ന് വിളിക്കുന്നു. അപ്പം നമ്മൾ അവരെ വിളിക്കുന്നതോടെ നമ്മൾ ആ ഡയറക്ഷനിൽ അവരുടെ പുറകെ പോകണു. ഇത് സെക്രട്ടേറിയറ്റ് ആണോ സെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പം എനിക്ക് ശരിക്കും അവരോട് ഞാൻ ചോദിച്ചു, പോലീസിനോട് പറഞ്ഞായിരുന്നു, കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പറഞ്ഞു എന്നെ രണ്ടും കാണിക്കാൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റും കാണിക്കും, സെറ്റ് ഇട്ടത് എന്നെ കാണിക്കണം, എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ശരിക്കും കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു സെറ്റ് ഇട്ടത് കുറച്ച് ദൂരെയാണ്, അത് കുറച്ച് ദൂരെ, പിന്നെ മിനുവിന് തിരിച്ച് ട്രെയിനിന് പോകുമ്പോൾ സമയം വൈകും. അങ്ങനെ എന്നെ സെറ്റിട്ട് ആ ഭാഗം എവിടെയാന്ന് എന്നെ കാണിച്ചില്ല. അതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ശരിക്കുമായിട്ട് കൺഫേം ചെയ്ത് പറയാം. പക്ഷെ എന്റെ വിചാരം ഞാൻ സെക്രട്ടേറിയറ്റിലാണ് എന്നാണ് എന്റെ വിചാരം. അന്ന് ആ സാരി എടുത്ത ദിവസം 3 സെറ്റ് ഉണ്ടായിരുന്നു. 1 സെക്രട്ടേറിയറ്റ്, 1 സെക്രട്ടേറിയറ്റിന്റെ പാർക്ക്, 2 സെക്രട്ടേറിയറ്റിന്റെ പുറകിൽ ഒരു ഗ്രൗണ്ട്. ഈ 3 സ്ഥലങ്ങളിലും കൊണ്ടുപോയി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, തെളിവൊക്കെ ആയിട്ട്. ആ പുള്ളിയുടെ ഡ്രസ്സും ഞാനിട്ട ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിലും എന്താണ് ഇത് കൂടുതൽ തെളിവ് എന്ത് കൊടുക്കാനാ? ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് പറഞ്ഞത് തന്നെ വലിയ തെളിവല്ലേ.